താർ എന്ന് പറയുന്നൊരു വാഹനം എന്തിനാണ്, താർ എന്ന് പറയുന്ന വാഹനം എങ്ങനെയാണ്? 35,000 കിലോമീറ്റർ ഓടിയല്ലോ. ഈ 35,000 കിലോമീറ്റർ ഓടിയിട്ട് സാറിന് ഇതിൻ്റെ സർവീസ് മെയിൻ്റനൻസ് കൂടെ ഇപ്പോൾ എത്ര രൂപ സാറിന് ചിലവായി കാണുന്നു, ചിലവ് അറിയണമല്ലോ, അങ്ങനെ സാറിന് എത്ര പറയും? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്തിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് മഹീന്ദ്രയുടെ ഓഫ് റോഡിങ് വെഹിക്കിളായ താർ എന്ന് പറയുന്ന ഒരു വണ്ടിയുടെ ഓണർഷിപ്പ് റിവ്യൂ ആണ്. താറിൻ്റെ ഓണർഷിപ്പ് റിവ്യൂ എന്ന് പറയുമ്പോൾ നോർമലി ഒരു ഓണർഷിപ്പ് റിവ്യൂ മാത്രമല്ല, താർ പ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ കൂടെയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ താറിൻ്റെ ഓണർഷിപ്പ് റിവ്യൂവിന് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് ജാക്സൺ സാറാണ്. സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജാക്സൺ സാറിനെ പലർക്കും അറിയായിരിക്കും. നമ്മുടെ സൂപ്പർ മെറ്റിയോറിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂവിൽ സാറിൻ്റെ സൂപ്പർ മെറ്റിയോർ ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഇപ്പോഴും ആ വീഡിയോയ്ക്ക് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ താറിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ, അതൊരു ഡിഫറെൻറ്റ് ഓണർഷിപ്പ് റിവ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ആൻഡ് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ജാക്സൺ സാറിൽ നിന്ന് ഇന്നറിയാം. യെസ്, അപ്പോൾ ജാക്സൺ സാർ, നമ്മുടെ ഈ ഒരു ഓണർഷിപ്പ് റിവ്യൂ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർമൽ ഒരു ഓണർഷിപ്പ് റിവ്യൂ എന്നതിലുപരി താർ പ്രേമികൾ കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഇതിൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, 2 പോയിന്റ്സ്. അതിൽ ഒന്ന് പറയുന്നത് താർ എന്ന് പറയുന്ന വാഹനം എന്തിനാണ്, രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് താർ എന്നൊരു വാഹനം എങ്ങനെയാണ്. ഈ 2 പോയിന്റ്സ് ആണ് ഞാൻ മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സാർ അതിലൊക്കെ കിടക്കും മുന്നേ ഫസ്റ്റ് നമ്മുടെ താർ എന്ന് പറയുന്ന വാഹനം, സാറ് മാർക്കറ്റിൽ വേറെ ഓഫ് റോഡിങ് വെഹിക്കിൾസ് ഒക്കെ ഉണ്ട്, എങ്കിലും നമ്മൾ താർ എന്നൊരു വാഹനം എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഓക്കെ വിഷ്ണു, താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിംഗ് ദിസ് ബ്യൂട്ടിഫുൾ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, താർ എന്തിനെ എടുത്തു? അതെ, ഓഫ് റോഡിങ് വണ്ടി കുറേ ഉണ്ട്, പക്ഷേ അതിൽ നിന്ന് താറായിട്ട് സ്പെഷ്യലായിട്ട് എന്തിനു ചൂസ് ചെയ്തു? ഫസ്റ്റ് ഓഫ് ഓൾ, മഹീന്ദ്രയുടെ വണ്ടി ആയിട്ട് എനിക്കൊരു ഏകദേശം 10-35 കൊല്ലത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ വണ്ടി ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് വണ്ടിയാണ്. ചെളിയിൽ, സാൻഡിൽ, റോക്കി ഏരിയയിൽ എല്ലാം വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ഒരു ഓഫ് റൈഡർ നോക്കാൻ കാരണം എനിക്ക് ഡ്രൈവിങ്ങിനോടൊരു സ്പെഷ്യൽ ക്രേസുള്ള ആളാണ്. ആ ക്രേസ് എങ്ങനെ നിലനിർത്തി പോകണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ഓഫ് റോഡ് വണ്ടി വേണമെന്നുള്ള ഒരു ആഗ്രഹം വന്നു. സെക്കൻഡ് പോയിന്റ്, ഞാൻ വണ്ടി സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. എൻ്റെ പാരാമീറ്റേഴ്സ്, നമ്പർ 1, വണ്ടിക്ക് നല്ല പവർ വേണം. നമ്പർ 2, അടി തട്ടരുത്. നമ്പർ 3, ഡ്രൈവിംഗ് കംഫർട്ട്. നമ്പർ 4, ലാസ്റ്റ് പ്രയോറിറ്റി മൈലേജ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ഓൾ വാസ് മെയിൻ്റെനൻസ്. ഇതെല്ലാം ചെയ്തു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വാസ് ജീപ്പ് റാംഗ്ലർ. പൈസ കൂടുതലാണ്, 1 കോടി കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അടുത്ത വണ്ടി വന്നത് ഫോഴ്സിൻ്റെ ഗുർഖ. അത് കുറച്ചുകൂടെ ഇതിനേക്കാൾ സ്പേഷ്യസ് ആണ്, നല്ല ഇതാണ്, പക്ഷേ അതിന് ഓട്ടോ ഗിയർ ഇല്ല. അകത്തിരുന്ന് കുറേ ഇട്ട് എക്സസൈസ് ചെയ്യണം അതിന് 4x4 ആക്കാൻ. നമ്പർ 3, ഒരു റാംഗ്ലറിൻ്റെ 1/5 കോസ്റ്റിൽ ഒരു വണ്ടി എനിക്ക് കിട്ടുക, വിച്ച് ഈസ് മീറ്റിംഗ് ഓൾ മൈ റിക്വയർമെൻറ്റ്സ്, മൈ പേഴ്സണൽ റിക്വയർമെൻറ്റ്സ്. അതുകൊണ്ട് ഞാൻ താർ ചൂസ് ചെയ്തു. The third point, what did I see in this vehicle that made me go for a Thar? First and foremost, small wheelbase ഉള്ളൊരു വണ്ടി. അത് എങ്ങനെ എവിടെ വേണമെങ്കിലും മെനോവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സിറ്റിക്കകത്ത് പാർക്കിംഗ് സ്പേസ് നോക്കണ്ട, ഹൈവേയിൽ സഫീഷ്യൻറ്റ് പവർ ഉണ്ട്. ഇതിൻ്റെ കുറേ പ്ലസ് പോയിൻറ്റ്സും ഉണ്ട്, കുറേ മൈനസ് പോയിൻറ്റ്സും ഉണ്ട്. പക്ഷേ അതെല്ലാം എൻ്റെ ചോയ്സ്, എൻ്റെ പേഴ്സണൽ ചോയ്സ് നോക്കി ആണ് ഞാൻ ചെയ്തത്. ഓക്കെ. സാർ, അപ്പോൾ ഈ വണ്ടി എടുക്കാൻ ഉള്ള ഒരു സാഹചര്യം അതെന്തുകൊണ്ടാണെന്നൊക്കെ സാർ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം സാർ ഇത് വണ്ടി എടുത്തിട്ട് എത്ര നാളായതിപ്പോൾ? ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 2 കൊല്ലമായി. 2 കൊല്ലമായിട്ടുണ്ട്. ആൻഡ് ഓൾറെഡി കവേർഡ് 35,000 കിലോമീറ്റർ. 2 കൊല്ലം കൊണ്ട് 35,000 ചെയ്തു. ഓക്കെ. സാർ ലോങ് ആയിട്ടൊക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ട്? ലോങ് ആയിട്ട് ഞാൻ അപ് ടു ഗുജറാത്ത്, ഈസ്റ്റ് സൈഡിൽ
ഒറീസ വരെ പോയിട്ടുണ്ട്. അത് ഇതില്ല, ക്രോസ് കൺട്രി കുറേ ചെയ്തിട്ടുണ്ട്, ആൻഡ് സിറ്റി റൺ അതും ചെയ്തിട്ടുണ്ട്. ഓക്കെ, മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്. കാരണം വേറെ ഒന്നുമില്ല, ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് കംഫർട്ടാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടത്. ഓക്കെ, ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറയുമ്പോൾ മറ്റ് വണ്ടികൾ പോലെ ഓക്കെ ദർ ആർ സം പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. മറ്റേ വണ്ടി ജിമിനി എന്ന് പറഞ്ഞോട്ടെ, ജിമിനി പജേറോ അല്ലെങ്കിൽ ഫോർഡോ സിറ്റ് വെൻ യു ആർ ഡ്രൈവിംഗ് ഓൺ മെയിൻ റോഡ്സ് ബംപ് അറിയില്ല, സസ്പെൻഷൻ നല്ലതാണ്. അതേ സമയത്ത് ഇതിനെ പറഞ്ഞാൽ ഒരു ചെറിയ പോട്ട് ഹോൾ പോയാലും അകത്ത് അറിയും. നൗ ഈ വണ്ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു സെറ്റ് ലോ സ്പീഡ് ഹൈ ടോർക്കിലാണ് ഉള്ളത്. ഇതിനെ 80 മേളിൽ ഓടിച്ച ആ ഉള്ള ജർക്കും എല്ലാം അകത്ത് നല്ലതായിട്ട് അറിയാൻ പറ്റും. അതേ സമയത്ത് അണ്ടർ 40 വെച്ച് ക്രോസ് കൺട്രി പോയാൽ സുഖമായിട്ട് എല്ലാ ഏരിയയും കവർ ചെയ്യും. ഇതിൻ്റെ മറ്റേ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ വണ്ടി ഇതിൻ്റെ ഫോർഡബിലിറ്റിയാണ്. നല്ല വാട്ടർ ഏരിയാസിലെല്ലാം വാട്ടർ ഫീൽഡ് ഏരിയയിൽ സുഖമായിട്ട് വണ്ടി നിൽക്കത്തില്ല. 2200cc എഞ്ചിൻ, നല്ല പവർ, 4x4 ഇടേണ്ട ആവശ്യമില്ല, അത്രയും പവറുണ്ട്. 4x4 വേണ്ടത് നമ്മൾ മഡ് സ്ലഷ് റോക്കി ആ ഏരിയയിൽ പോവുകയാണെങ്കിൽ അത് 4x4 യൂസ് ചെയ്യാം. സാർ അപ്പം എന്തായാലും വണ്ടി ഇപ്പം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുള്ള ഡീറ്റെയിൽസും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞു. അപ്പം സാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നമുക്ക് അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള വശങ്ങളുണ്ടെന്ന് സാർ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും സാർ നമുക്ക് നെക്സ്റ്റ് ആ ഒരു പോയിന്റിലോട്ട് സാർ കിടക്കാം. സാറിന് ഇപ്പം ഇത്ര നാൾ ഈ ഒരു 35,000 കിലോമീറ്റർ ഓടിച്ചിട്ട് ഇതിൽ സാറിന് തോന്നിയിട്ടുള്ള പക്ക നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ? ഓക്കെ, എല്ലാ വണ്ടിക്കും പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട്. ഞാൻ ഒരു സിറ്റി ഡ്രൈവിംഗ് വണ്ടിയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ നോട്ട് പ്രിഫർ താർ. പക്ഷെ ഒരു ക്രോസ് കൺട്രി ഓർ എൻ്റെ ഡ്രൈവിംഗ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ചൂസ് ദിസ് വെഹിക്കിൾ അതർ ദാൻ എനി അതർ വെഹിക്കിൾ. ആദ്യം നെഗറ്റീവ്സ് പറയാം, പിന്നെ അതിന് പോസിറ്റീവ്സ് പറയാം. ഇതിനെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് എ 2 door. 2 door ആകുമ്പോൾ എനിക്കും എൻ്റെ കോ ഡ്രൈവറിനും കയറാൻ സുഖമാണ്. പക്ഷെ ഒരു മൂന്നാമത്തെ ഒരാൾ വരണമെങ്കിൽ സർക്കസ് കാണിച്ച് അകത്ത് കയറണം. ഒരു എമർജൻസിയിൽ ഇറങ്ങണമെങ്കിൽ കോ ഡ്രൈവർ ഇറങ്ങണം. ദാറ്റ് ഈസ് എ bad thing for me. Next point, ഇതിൻ്റെ സസ്പെൻഷൻസ് ഓൺ റോഡ് ഇറ്റ് ഈസ് നോട്ട് ടു സോഫ്റ്റ്, പക്ഷെ കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കാം. ഇതിനൊരു 5 door ആയിരുന്നെങ്കിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വെഹിക്കിൾ. ഒരു 5 door വരുന്നുണ്ട്. ഐ എം ഗോയിങ് ടു ടേക്ക് എ ടെസ്റ്റ് ഡ്രൈവ് ആൻഡ് ലെറ്റ് മീ സീ ഹൗ ഇറ്റ് ഈസ് ഗോയിങ്. നമുക്ക് 4x4 ഇത് പോകുമ്പോൾ നമുക്ക് വിസിബിലിറ്റിയാണ് നോക്കേണ്ടത്. ഫ്രണ്ട് വിസിബിലിറ്റി ഇസ് ഓക്കെ, സൈഡ് വിസിബിലിറ്റി ഇസ് ഓക്കെ. പക്ഷെ റിയർ വിസിബിലിറ്റിയിൽ വരുമ്പോൾ ആ ടയർ അതിൻ്റെ റിയർ ഇതിൽ മെയിൻ സ്ക്രീനിൽ കവർ ചെയ്തിരിക്കും. സോ മൈ റിയർ വിസിബിലിറ്റി ഇസ് റിഡ്യൂസ്ഡ്. പിന്നെ മഴയത്ത് ഇതല്ല, ഇതിനകത്ത് ചെളി പറ്റിയ അത് ക്ലീൻ ചെയ്യാൻ അതിന് വാഷർ ഇല്ല. ഏത് വണ്ടിയായാലും ഫസ്റ്റ് നോർമൽ ഈവൻ നാനോ ഹാസ് ഗോട്ട് എ റിയർ വൈപ്പർ. ഒരു വൈപ്പർ ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ നൈസ്. ദീസ് ആർ ദ നെഗറ്റീവ്സ് which has really found me. Plus what I have got a problem is ഇതൊരു ഫാമിലി കാർ അല്ല. 3 പേര് കഷ്ടിച്ച് ലഗേജും എല്ലാം ചേർത്ത് വരുമ്പോൾ 3 പേര് കഷ്ടിച്ച്. 4ാമത്തെ പേര് ഒരാൾ ഇരിക്കുകയാണെങ്കിൽ ലഗേജ് എവിടെ വെക്കും? ലഗേജ് സ്പേസ് ഇല്ല. സോ ദാറ്റ് ഈസ് എ പ്രോബ്ലം. ബട്ട് in the role as a off-roader, you will maximum you are going to sit 2 people. Your driver, co-driver. ബാക്കി ലഗേജ് അത് ചെയ്യാം. സോ ദാറ്റ് ഈസ് അതിൻ്റെ പ്ലസ് പ്രോ ആൻഡ് കോണും. വാട്ട് കുഡ് ഹാവ് ബീൻ ബെറ്റർ ഇൻ ദിസ്, ഇതിൻ്റെ റിയർ സീറ്റ് എല്ലാ വണ്ടിയിലും ഉണ്ട്. കുറച്ചൊക്കെ സ്ലൈഡ് ചെയ്ത് മുന്നോട്ട് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ ലഗേജ് സ്പേസ് കിട്ടും. അത് ഐ ഹോപ്പ് ദ കാർ 5 door is കവറിങ്. സീറ്റ് ടംബിൾ റോൾ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് കിട്ടും. ഇതല്ലാതെ ഐ വുഡ് ഓൾസോ പ്രിഫർ ഇതിനെ ബെഞ്ച് സീറ്റ് ആയിരുന്നെങ്കിൽ, ഫസ്റ്റ് ഓൾഡ് ബെഞ്ച് സീറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് കിട്ടും. എന്നാലും 4 പേർക്ക് ഇരിക്കാം, ലഗേജ് ഇടയ്ക്ക് വെക്കാം. സോ ദാറ്റ് ഈസ് എ പ്ലസ് ആൻഡ് മൈനസ്. ഇതിന് വേറെ കുറച്ചൊക്കെ മൈനസ് പോയിന്റ്സ് ഉണ്ട്. ഒന്ന്,
ടൈപ്പ് സി പോർട്ട് ഇല്ല. ഇല്ല. ഇത് നമ്മുടെ USB Type 3 ആണ്. ഓക്കെ. ദാറ്റ് ഈസ് ഓൾസോ ഡയറക്ട്ലി കണക്ടിങ് ഇറ്റ് ടു യുവർ മീഡിയ സെൻറ്റർ. ഓക്കെ. അപ്പോൾ ഞാനൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണ്, എൻതൂസിയസ്റ്റ് ആണ്. എൻ്റെ കുറേ എക്വിപ്മെൻറ്റ് പോകുമ്പോൾ പകുതി വഴിയിൽ അത് ഡിസ്ചാർജ് ആവും. അതിന് ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല. സോ ഐ ഹാവ് ഗോട്ട് അഡീഷണൽ ചാർജസ് ഫോർ ഇറ്റ്. ഇതിൻ്റെ വിൻഡോ സെൻട്രൽ കൺസോളാണ്. വാട്ട് ഈസ് ദ പോയിന്റ്? ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇതിൻ്റെ ഡോറ് തന്നെ ആക്കിയതായിരുന്നെങ്കിൽ ഇൻഡിവിജ്വൽ കൺട്രോൾ ഉണ്ട്. അതാണ് അത്യാവശ്യം. വൈൽ യു ആർ ഡ്രൈവിംഗ്, ഇപ്പോൾ ഒരു ജഡ്ജ്മെന്റ് വെച്ചാണ് കൈ എത്തുക, ഫംബിൾ ചെയ്യണം എവിടെയാണെന്ന്. ഇഫ് ദെൻ യുവർ കോൺസെൻട്രേഷൻ ഗോസ് ഓഫ് ദ റോഡ്. ഈസിലി കൺട്രോൾ അല്ല. ദീസ് ആർ ദ മൈനസ് പോയിന്റ്സ് വിച്ച് ഐ. ഇനി അതിൻ്റെ പ്ലസ് പോയിന്റ്സ്. പ്ലസ് പോയിന്റ്സ് പറയുമ്പോൾ വെൻ യു ആർ ഡ്രൈവിംഗ് യു നീഡ് എ വ്യൂ വിച്ച് ഈസ് കവറിങ് ദ ബോണറ്റ് ആൻഡ് ഫ്രണ്ട്. ഓക്കെ. അപ്പോൾ റോഡിലുള്ള കറക്റ്റ് വ്യൂ എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിലിറ്റി ഉണ്ട്. ഓക്കെ. സോ ദാറ്റ് ഐ ഗെറ്റ് എ കമാൻഡിങ് പൊസിഷൻ. ഓക്കെ. വൈഡ് വീൽ ബേസ്, എവിടെയും കയറും, ക്രീപ്പ് ചെയ്ത് എവിടെയും കയറും. ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതെ. ഏത് കുന്നിലോ ഏത് കുഴിയിലും പോയാലും കയറി വരും. അത് മാത്രമല്ല ബാക്കിയുള്ള വണ്ടിയും വലിച്ചോണ്ട് ടോ ചെയ്ത് വരും. അതിൽ ഒരു ഫ്രണ്ട് ബമ്പറിൽ ഒരു വിഞ്ചിന്റെ ഒരു സ്പേസ് തന്നായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗുഡ് ഫോർ മൈ ചോയ്സ്. സാർ, നമ്മൾ ഈ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറഞ്ഞു പോയി. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പോയിന്റിലോട്ട്, ഫസ്റ്റത്തെ പോയിന്റ് എത്തേണ്ട സമയം എന്താ വെച്ചാൽ, താർ എന്ന് പറയുന്ന ഒരു വാഹനം എന്തിനാണ്, അതായത് ഇത് ഏത് കാറ്റഗറി സെഗ്മെൻറ്റ്സ് ആൾക്കാർക്കാണ് വേണ്ടതെന്ന് ഇപ്പോൾ കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ ആവശ്യക്കാരല്ലാത്ത ആൾക്കാരും വണ്ടി എടുക്കുന്നുണ്ട്. അപ്പം എന്തിനാണ് താർ എന്നുള്ളൊരു വണ്ടി? ഓക്കെ, ഈ പോയിന്റ് ഞാൻ 2-3 പോയിന്റ്സ് ആയിട്ട് ഞാൻ കവർ ചെയ്യാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, താർ എന്തിനാണ് ഓരോരുത്തർ വാങ്ങുന്നത്? ഒന്ന്, ഫസ്റ്റ് ടോപ്പ് മോസ്റ്റ് ഒരു സ്റ്റാറ്റസ് സിമ്പിളാണ്. അതെ, ഉറപ്പായിട്ടും. ഇത് പറയാ വണ്ടി ഇതിനെ കാണുമ്പോൾ ഒരു വണ്ടി, ഒരു കുട്ടി ആന ഇറങ്ങി വരുന്നു എന്നുള്ളൊരു ഇതുണ്ട്. ആ ഒരു അത് റോഡ് പ്രസൻസ്. മൂന്നാമത്തത്, ഇതിനെ ഇറ്റ് ടെസ്റ്റ് യുവർ ഡ്രൈവിംഗ് എബിലിറ്റി. നമ്മൾ വെറുതെ സിറ്റി ഡ്രൈവിംഗ് പോകുമ്പോൾ പ്ലേസ് എ ടു പ്ലേസ് ബി ഡ്രൈവ് ചെയ്ത് പോവുക, അതിനൊരു ഇതുമില്ല. ദർ ഇസ് നോ പ്രോബ്ലം ദാറ്റ് എനി ഫെലോ ക്യാൻ ഡു, ഈവൻ ബ്ലൈൻഡ് ആൻഡ് ഡെഫ് ഓൾസോ ക്യാൻ ഡ്രൈവ്. പക്ഷേ ഒരു ഇടുങ്ങിയ വഴി, ഹിൽ സൈഡ്, കുന്നും കുഴി ആണെങ്കിൽ അവിടൊക്കെ വണ്ടി ഓടിക്കും ഒരു ചാലഞ്ചാണ്. യു ഹാവ് ടു സീ വേർ ഇസ് യുവർ വീൽ, ഹൗ ഇസ് ഇറ്റ് കവറിങ്. ആ വീല് ഇടയ്ക്ക് പോയാൽ എങ്ങനെ യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഔട്ട്. ഈ മനസ്സിൽ ചിന്താഗതിയുള്ളവരാരാ? യങ് പീപ്പിൾ. യങ് പീപ്പിളാണ്. ഒരു സൺഡേ അല്ലെങ്കിൽ ഒരു ഹോളിഡേ പറഞ്ഞ് വേറെ ഒന്നും ചെയ്യുന്നില്ല, ലെറ്റ് us go out for a drive. ലോങ് ഡ്രൈവ് പോവുക, ഗോ സം ഏരിയാസ് വേർ ഇറ്റ് ഹസ് നോട്ട് ബീൻ കവേർഡ്. പണ്ടൊക്കെ നമ്മൾ ബുള്ളറ്റ് കൊടുത്തോണ്ട് പോകുന്നത് ക്രോസ് കൺട്രി. അത് ഇത് ചെയ്യാം, സുഖമായിട്ട് ചെയ്യാം. യു വിൽ നോട്ട് ഗെറ്റ് കവേർഡ്. സിറ്റ് ഇൻസൈഡ്, ടേക്ക് ഫോട്ടോഗ്രാഫി. ദാറ്റ് ഇസ് മൈ തിങ്. ഇത് ഡ്രൈവബിലിറ്റി ഈസ് ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് എ ഐഡിയൽ കാർ ഫോർ എ ലേഡി. ലേഡീസിന് വേണ്ടിയായിട്ട് ഐഡിയൽ കാറാണ്. എന്താ? ഒന്ന്, ഇതിൻ്റെ പവർ ഇസ് സോ മച്ച്, കൺട്രോളബിലിറ്റി ഈസ് ബ്യൂട്ടിഫുൾ, നല്ല റോഡ് പ്രസൻസ്, റോഡ് കാണാനുള്ള യു ക്യാൻ സീ ദ റോഡ്, ബിക്കോസ് ഓഫ് വിച്ച് ലേഡീസ് ക്യാൻ പാർക്ക് ഇറ്റ് ഈസിലി വേറെവർ ദേ വാണ്ട്. എത്തി വലിഞ്ഞ് നോക്കണ്ട, സ്റ്റിയറിംഗ് വളയത്തിൻ്റെ ഇടയ്ക്കൂടെ നോക്കണ്ട. ദാറ്റ് ഇസ് എ ഗുഡ് പോയിന്റ്. ഇതെൻ്റെ അഡീഷണൽ വണ്ടിയാണ്. എനിക്കൊരു ഹോണ്ടയുണ്ട്, ഒരു ഐറ്റനും ഉണ്ട്. ഇതല്ലാതെ എനിക്ക് താർ എടുക്കണം എന്ന് പറഞ്ഞു എൻ്റെ പേഴ്സണൽ ഇതായിരുന്നു. നോട്ട് ഫോർ എ ഫാമിലി ഡ്രൈവ്. ഫാമിലി ഡ്രൈവിന് ഇത് ഒട്ടും പോസിബിളി 5 door വിൽ ബി ഓക്കെ. 3 door ഫാമിലിക്കല്ല. എൻ്റെ 2 ആമ്പിളേരുണ്ട്. Both are engineers, both are working outside. They have got their own cars. So me and my wife, we are the only 2 people available at home. So when we want to go for a ride, get inside, start driving. ആ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ
സഡൻലി ഒരു ഓക്കെ സബ്യൂ സീനിക് ബ്യൂട്ടി ലെറ്റ് us go out എക്സ്പ്ലോർ ചെയ്യും എക്സ്പ്ലോർ ചെയ്യാം. അത് മനസ്സിൽ വെച്ചാണ് ഓക്കെ വണ്ടി. താർ എടുത്തത് സാർ. നമ്മളൊരു റെഗുലർ വണ്ടി നമ്മുടെ നോർമലി ഒരു ഹൗസ് ഹോൾഡ് കാറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നോ ഐ വിൽ നോട്ട് അഡ്വൈസ് യു ടു ടേക്ക് ഇറ്റ് കാരണം ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് യുവർ ഫ്യൂവൽ ആൻഡ് മണി. മണി. എനിക്ക് നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. എനിക്ക് മൈലേജ് അതിലോട്ടാണ് ഞാൻ വരായിരുന്നു സാർ. എത്ര ഹൈവേയിൽ എനിക്ക് 19 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ റേഞ്ച് ഓഫ് 80 to 100 കിലോമീറ്ററിന് ഇടയ്ക്ക് 100 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് ഡ്രോപ്പ് ചെയ്യും. ഒറ്റ താഴെ പോകും. സ്റ്റീപ്പ് ഡ്രോപ്പ്. സിറ്റിക്കകത്ത് എനിക്ക് 13 കിട്ടുന്നുണ്ട്. യു ആർ ഓൾസോ സീൻ ഒരു 13 റേഞ്ച് കിട്ടുന്നുണ്ട്. റേഞ്ച് കിട്ടുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളി കൺട്രോൾഡ് വണ്ടി ഓടിച്ച ഇതിൻ്റെ ടോപ്പ് എൻഡ് വണ്ടിയാണ്. ടോപ്പ് എൻഡിൽ ഐ ഡു നോട്ട് ഫീൽ ഒരു മാനുവൽ ഗിയർ ഷിഫ്റ്റ് വേണമായിരുന്നു. അതിൻ്റെ പ്രോബ്ലം എനിക്ക് ഇതില്ല. ഐ വിൽ അഡ്വൈസ് ഓർ റാദർ ടെൽ people who are going for cars in the city, please go for automatic transmission. സാർ ആ ഒരു പോയിന്റ് സാർ ഇപ്പോൾ എടുത്തിട്ടതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കാരണം സാർ ചിലവർക്ക് മാനുവൽ ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഓട്ടോമാറ്റിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. സാറിൻ്റെ ഒരു ഓരോരുത്തരും ഇഷ്ടമാണ്. സാറിൻ്റെ അഭിപ്രായം സാറിൻ്റെ രീതിയിൽ പറയുന്നെങ്കിലും അതിൽ സാർ ഇടയ്ക്ക് ഒരു പോയിന്റ് എൻ്റെ അടുത്ത് മുൻപ് പറഞ്ഞിരുന്നു, ഓട്ടോമാറ്റിക്കിലുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. അത് ജസ്റ്റ് ഒന്ന് സാർ പറയാം. ഓട്ടോമാറ്റിക് എന്തൊക്കെ ചൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് നമുക്ക് എൻജിൻ്റെ കറക്റ്റ് സ്പീഡ് കറക്റ്റ് പവറിൽ അതിന് ഗിയർ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കേണ്ട. ഓട്ടോമാറ്റിക്കലി അതങ്ങ് ചേഞ്ച് ആയിക്കോ. ഓക്കെ, അതിൻ്റെ ഒരു പ്ലസ് ഉണ്ട് മൈനസ്. ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ ക്ലച്ച് അടിച്ച് നമ്മുടെ കാല് പോകും. ക്ലച്ച് കംപ്ലൈൻറ്റ് ആണ്. ഇതിന് സിറ്റി ഡ്രൈവിനകത്ത് ഓട്ടോമാറ്റിക് കംഫർട്ടബിൾ. ലോങ് റണ്ണിൽ ഓരോരുത്തർ പറയും കാല് കഴഞ്ചു പോയി, ഒരു ഡെഡ് പെഡൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു. അത് കാരണമുണ്ട്. കാരണം നമ്മുടെ both legs are not moving. My right leg is moving only for my accelerator and the brake. Left leg is whereas in a manual thing I would have used all three. അപ്പോൾ അത് ചെയ്യുമ്പോൾ your circulation is thing, you do not feel tired in the long run. ഇതിന് yes. ജാക്സൺ സാർ, അപ്പോൾ എൻ്റെ ആദ്യത്തെ പോയിന്റുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞു. താർ എന്നൊരു വാഹനം എന്തിനാണ് എന്നുള്ള സാർ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ അടുത്തൊരു മെയിൻ പോയിന്റാണ് സാർ, എന്നെയും കൂടെ ഉൾപ്പെടുന്ന ഒരു പോയിന്റാണ്. താർ എന്നൊരു വാഹനം എങ്ങനെയാണെന്ന് സാർ ഞാൻ ചോദിക്കും. കാരണം സാർ നേരത്തെ പറഞ്ഞായിരുന്നു താർ എന്ന് പറയുന്നൊരു കാറ്റഗറി വാഹനം അത് ഈ ഒരു ലെവൽ ഓഫ് കാറ്റഗറിയിൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടിയാണ്, അതിന് ഇങ്ങനത്തെ പർപ്പസാണ് സാർ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ സാർ എൻ്റെ പോലുള്ള മെൻറ്റാലിറ്റിയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അത് എങ്ങനത്തെ പർപ്പസ് ആയിക്കോട്ടെ, പക്ഷേ താർ എന്ന് പറയുന്ന ആ ഒരു വാഹനം ഇഷ്ടമാണ്, അത് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ സാർ അതിന് മുന്നേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ്. എന്നെ പോലുള്ള ആൾക്കാർ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുമോ എന്നൊരു കാര്യം ഓക്കെ ആണെങ്കിൽ അവർ മറ്റ് പർപ്പസ് നോക്കില്ല, ഈ വണ്ടി എടുത്താന്നുള്ള ചിന്ത വരും. അപ്പോൾ സാർ ഇത് എങ്ങനെയാണ്? ഓക്കെ, താർ ആയിട്ട് ഇതിൻ്റെ 4 വേരിയൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് ഓട്ടോമാറ്റിക്, ഒന്ന് മാനുവൽ, ഡീസൽ ആൻഡ് പെട്രോൾ. അപ്പോൾ ഇതിൻ്റെ പവറും അതിനൊക്കെ other figures are already there. So as this is I think 130 Nm torque ചെയ്യുന്നുണ്ട്. 2200 cc എഞ്ചിനാണ്. ഡീസൽ ആണ്, ഫുള്ളി ഓട്ടോമാറ്റിക്, ടോപ്പ് എൻഡ് ആണ്. അപ്പോൾ ഈ വണ്ടിക്ക് കുറേ recurring expenditures ഉണ്ട്. ആ recurring expenditures should be in your mind when you're getting the vehicle. Especially diesel vehicle. ഇപ്പോൾ ഇതിലെന്തോ നമ്മളൊക്കെ ഡീസൽക്ക് തന്നെ നമ്മൾ അഡിറ്റീവ്സ് ഉണ്ട്. ആഡ് ബ്ലൂ എന്ന് പറഞ്ഞ ഈ ആഡ് ബ്ലൂ ആണ് ഒരു റെക്കറിങ് എക്സ്പെൻഡിച്ചർ. ഈ റെക്കറിങ് എക്സ്പെൻഡിച്ചർ എങ്ങനെ വരുന്നത്? ടോട്ടൽ കപ്പാസിറ്റി 20 liters. 20 liters ഇറ്റ് ഗോസ് റഫ്ലി അറൌണ്ട് 20,000 kilometers. 10 to 20,000 kilometers സുഖമായിട്ട് പോകും, ഡിപ്പെൻഡിങ് ഓൺ ഹൗ യു ആർ ഡ്രൈവിംഗ്. അതിൻ്റെ കോസ്റ്റ് സാർ എങ്ങനെയാണ് വരുന്നത്? കോസ്റ്റ് റഫ്ലി 2,500 rupees per 2 liter. അത്രേ ഉള്ളൂ. ഇതിൻ്റെ സർവീസിങ് ഓൾസോ ഇസ് once in 10,000 kilometers. So once in 10,000 kilometers എന്ന് പറയുമ്പോൾ it comes to something about 8 to 10,000 rupees. So virtually coming to 1 rupee per kilometer. അതാണ് നമ്മൾ വണ്ടി. പിന്നെ വണ്ടിയെ മിസ്യൂസ് ചെയ്ത അത് പണി തരും. ഇതിൽ കൂടുതൽ ഹെവി എഞ്ചിനാണ് പോകാനുള്ള തിങ്സ്, സസ്പെൻഷൻസ്, സ്പ്രിങ്സ്, ഇതാണ് കൂടുതൽ. കാരണം അത് ചിലവ് വരും. ഡിഫറൻഷ്യൽസ് അതിൽ പണി വരും. എങ്ങനെ വരും? യു ആർ നോട്ട്
ഡ്രൈവിംഗ് പ്രോപ്പർലി. ഓക്കെ ഓക്കെ ഇഫ് യു ആർ നോട്ട് ഡ്രൈവിംഗ് പ്രോപ്പർലി ഇതിലൊക്കെ പണി വരും. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഓക്കെ ഇറ്റ് ഈസ് ഹാർഡ്ലി എനിത്തിങ്. ഓക്കെ നമ്മൾ സർവീസിങ് കൊടുക്കുമ്പോൾ നമ്മൾ നോർമലി വി ഗിവ് ഇറ്റ് ആൻഡ് ജസ്റ്റ് ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്. എന്തൊക്കെയാണ് ചെക്ക് ചെയ്തത് നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടോ? സസ്പെൻഷൻ ചെക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ Every 10,000 kilometers you must check your suspension and see if it is making noise. ഓക്കെ ഓക്കെ If it is making noise, that means the bushes are gone. ആ ബുഷസ് പോയെങ്കിൽ അതിനെ ഉടനെ ചേഞ്ച് ചെയ്യിക്കുക. ഇല്ലെങ്കിൽ ഡബിൾ പൈസയാവും. അതിന് ഡബിൾ പൈസ അല്ലെങ്കിൽ പണി വരും. ഓക്കെ ഓക്കെ ഹെവി വണ്ടിയാണ് ഒന്ന് പോയാൽ പോയി. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഇസ് ഡിഫറൻഷ്യൽ. നമ്മൾ 4x4 ഗിയർ, അത് 4x4 ഗിയർ വി ആർ നോട്ട് യൂസിങ് ഇറ്റ് ഓൾവേസ്. ഓക്കെ ഓക്കെ അപ്പോൾ എന്തുവാ, ദാറ്റ്സ് ഓക്സിലറി ഗിയർ ബോക്സ് ആണ്. അതിനകത്ത് ഓക്സിലറി ഗിയർ ബോക്സ് ഓയിലും ഉണ്ട്. ഓയിലുണ്ട്. ഓക്കെ ഓരോ ഓയിലിൻ്റെ സ്റ്റാറ്റിക് ലൈഫ് ഇസ് നോട്ട് മോർ ദാൻ 1 year. ഓക്കെ ഓക്കെ ഇപ്പോൾ ഒരു കൊല്ലത്തിനകത്ത് ആ മൈലേജിനകത്ത് ഓയിൽ ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ ആ ഓയിൽ വെൻ ദ ഇയർ ഇസ് ഓവർ ചേഞ്ച് ഇറ്റ്. അല്ലെങ്കിൽ ഇതിനകത്ത് ഗം ഫോർമേഷൻ ആയിട്ട് ഈ ഗിയേഴ്സ് വിൽ ജാം. ഓക്കെ ഓക്കെ ദാറ്റ് ഇസ് എ പ്രോബ്ലം വിത്ത് ഓൾ 4x4 ഗിയേഴ്സ്. ആക്സൽ ലോക്സ്, ദാറ്റ് ഓൾസോ ലിങ്കേജസ് ആക്സൽ ലോക്സ് എല്ലാം ഗ്രീസിങ് ചെയ്യണം, പ്രോപ്പർലി ഗ്രീസ്ഡ് ചെയ്യണം. ഹബ് ഗ്രീസ് ചെയ്യണം. വീൽ റൊട്ടേഷൻ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് ചെയ്യണം. ഇതിൻ്റെ ഒരു വീല് മാത്രം ഇറ്റ്സ് എ നൈസ് ചോയ്സ്. സോ എനിബഡി 50,000 പെർ വീൽ ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് അത്രയും കാശുള്ളവർ ഈ വണ്ടി എടുത്താൽ മതി. ഇതിപ്പോൾ സാറിന് കാഴ്ചപ്പാടിൽ ഫസ്റ്റ് ഇപ്പം വണ്ടിയുടെ കൊടുക്കുന്ന ടയർ ഉണ്ടല്ലോ, അത് എത്ര കിലോമീറ്റർ റേഞ്ച് വരെ? ഒരു 50 വരെ. എനിക്ക് 35 ആയിട്ടുണ്ട് ഇതുവരെ. യു ക്യാൻ സീ ദ കണ്ടീഷൻ ഓഫ് മൈ ടയർസ്. ക്യാൻ ഹാവ് എ ലുക്ക്. നൗ ഓൾസോ കണ്ടീഷനിൽ പുതിയ ഷോറൂം എടുത്ത വണ്ടി എല്ലായിടത്തും പോയിട്ടുണ്ട്. നല്ല സ്പീഡിലും പോയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇതുവരെ ബ്രേക്സ് നത്തിങ് ഹാസ് ഹാപ്പൻഡ്. ഓക്കെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്രേക്കിംഗ്. പമ്പ് ചെയ്ത് ബ്രേക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക് സ്റ്റോപ്പ്. ഓക്കെ ഏത് വണ്ടിയായാലും യു ഷുഡ് ഫസ്റ്റ് ഓഫ് ഓൾ നോ അതിൻ്റെ പ്ലസസ് എന്തുകൊണ്ട് മൈനസ് ഉണ്ടോ. കാരണം അതെല്ലാം നോക്കിയിട്ടാണ് നിങ്ങൾ വണ്ടി വാങ്ങുന്നത്. ഓക്കെ ഓക്കെ സോ സാർ ഇത്രയും സാർ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു പോയിന്റ്, ഇത് ചില സാധാരണക്കാരിൽ തോന്നുന്നതാണ്. എൻ്റെ ഒരു സ്വിഫ്റ്റ് കാർ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ താർ എടുത്താൽ എനിക്കൊരു ആഗ്രഹമുണ്ട്. സാർ ഇപ്പോൾ പറഞ്ഞ പോയിന്റിൽ വരുന്നത് തന്നെയാണ്. അപ്പം നമുക്ക് സ്വിഫ്റ്റ് കാറിലൊക്കെ വരുന്ന മെയിൻ്റെനൻസ് താറിൽ വരുവോളോ എന്നൊരു സംശയമുള്ള ആൾക്കാരും ഉണ്ട്. കാരണം ആ ഒരു റേഞ്ച് ഓഫ് കാറ്റഗറി സർവീസേ വരുവോളോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സാർ നോക്കിയാൽ സാർ ആ ഒരു റേഞ്ചിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മോഡൽ അതിൽ തന്നെ അതേ റേഞ്ചിൽ വരും. പ്ലസ് ഇതിൻ്റെ ആ ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ ആ എൻജിൻ ഓയിൽസ് ആൻഡ് ഡീസൽ ഇത് രണ്ടുമാണ് എക്സ്ട്രാ വരുന്നത്. അത് ഇപ്പോൾ നോർമലി ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സിന്തറ്റിക് ഇതാണ് യൂസ് ചെയ്യുന്നത്. സിന്തറ്റിക് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മൈലേജും ലോഞ്ചിറ്റിവിറ്റിയും കിട്ടും. അതേ ഉള്ളൂ. യെസ്, ദ എമൗണ്ട് പെട്രോൾ വണ്ടി ആണ് നമ്മുടെ സ്വിഫ്റ്റ് ആണ്. അത് ഫ്രീക്വൻസി ഇച്ചിരി കൂടുതലാണ്. എല്ലാ 6 മാസം ചെയ്യണം. ഇത് ഒരു കൊല്ലത്തിൽ ഒരു 10,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് യു ആർ കവറിങ് ദാറ്റ്. പക്ഷേ ആ ഇനീഷ്യൽ എമൗണ്ട് കാണുമ്പോൾ ദൈവമേ ഇത്രയും ആണോ. നമുക്ക് ആ ടൈം പീരീഡ് എത്ര ഉണ്ട്? ആ ടൈം പീരീഡ് നോർമലി സാർ ലക്ഷറി വെഹിക്കിൾസിന്റെ സർവീസ് പീരീഡ് അങ്ങനെയാണ്. ഇത് ഇറ്റ് ഇസ് നോട്ട് എ ലക്ഷറി. ഇറ്റ്സ് ബേസിക്കലി യു ക്യാൻ സേ ഒരു ഒരു പാവപ്പെട്ടതിന്റെ റാംഗ്ലറാണ്. അത് മാത്രമല്ല ഇറ്റ് ഈസ് എ നോട്ടി ബോയ്സ് കാർ. Since this is designed basically for cross country and everything, cross country you do not go over speed. So halogen lights are required to cut across the haze. മഞ്ഞ് മൂടി മഞ്ഞെല്ലാം വരുമ്പോൾ അതിൽ ഹാലോജൻ ലൈറ്റ്സ് ആണ് ബെസ്റ്റ്. അതിന് ഫോഗ് ലാംപ്സും ഉണ്ട്. ഇതുണ്ട് റേഞ്ച് ആൻഡ് ത്രോ അത്രയും മതി. പക്ഷേ ഇഫ് യു ആർ ഹാവിങ് എ വെഹിക്കിൾ വിച്ച് ഇസ് ഗോസ് ഫാസ്റ്റർ ദാൻ 100 അതിന് യു നീഡ് LED ലൈറ്റ്സ്. ബേസിക്കലി അതിന് നല്ല റീച്ച് അല്ലെങ്കിൽ ത്രോ ആണ് വേണ്ടത്. നമ്മുടെ ആ സ്പ്രെഡ് ആണ് വേണ്ടത്. ആ സ്പ്രെഡ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് എനി vehicle that you choose. That is one. Second thing I do is bumpers. This is fiber bumpers. Yeah. Strongly fiber. This is just strong fiber ആണ്. Okay. And ഇത് I have also scraped it. Yeah. കണ്ടോ? സ്ക്രേപ്പ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് പ്ലാസ്റ്റിക് ആയിരുന്നെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ആയിരുന്നു പോകും. I have had to change it. അത് സാറിനാണ് ജസ്റ്റ് പെയിന്റ് ചെയ്ത് സെറ്റ് ചെയ്യാം. This
അതിനൊരു ലിക്വിഡ് ഉണ്ട്, സ്റ്റോൺ പ്രൂഫിംഗ് ടൈപ്പിലുള്ള, ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം. അത് സ്പ്രേ ചെയ്ത് ജനറലി അണ്ടർ ബോഡിക്കെല്ലാം പെയിന്റ് ചെയ്യുന്ന ആ മെറ്റീരിയലാണ്. ഇത് ചെയ്യുമ്പോൾ ദാറ്റ് ക്യാൻ കവർ ഇറ്റ് അപ്പ്. ദാറ്റ് ഇസ് ദ തിങ്. സാർ ഇപ്പോൾ ഈ അക്സസറീസിൻ്റെ കാര്യം പറഞ്ഞില്ലേ സാർ, എനിക്കൊരു പോയിന്റ് ചോദിക്കാനുള്ളത്. സാറിന് അറിയായിരിക്കും, നമുക്ക് ഇന്ന് നമ്മുടെ പല വാഹനങ്ങളിലും അക്സസറീസ് ഓവറായിട്ട് നമ്മൾ ആൾട്രേഷൻ കാര്യങ്ങൾ ചെയ്യുന്നത് കുറ്റകരമാണ്. പക്ഷേ എങ്കിലും സാർ പല സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ട് പല രക്ഷാപ്രവർത്തനങ്ങളിലും ആ ആൾട്രേഷൻ ചെയ്ത വണ്ടികളാണ് ഉപകാരപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് സാറിന് എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? എൻ്റെ ബേസിക് തോട്ട്സ് ഇതാണ്, വണ്ടി എത്ര സ്റ്റോക്ക് ആയിട്ട് വെക്കുക അതാണ് നല്ലത്. ഓക്കെ, വണ്ടി എങ്ങനെയാണ് കമ്പനി ഇറക്കുന്നത് അതുപോലെ വെക്കുക. ഓക്കെ ഓക്കെ. പക്ഷേ ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് യു നീഡ് ഇംപ്രൂവ്മെൻറ്റ്. ആ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു പിന്നെ ഹാവിങ് എ നോർമൽ കാർ, അതിന് ഹാർഡ്ലി എനിത്തിങ്. പക്ഷേ SUV ഓർ എ ക്രോസ് കൺട്രി വെഹിക്കിൾ, അതിൽ യു നീഡ് good bumpers in such a way that angle of approach and angle of exit angle ഇത് രണ്ടും കോംപ്രമൈസ് ചെയ്യരുത്. ടോയിങ് ഹുക്സ്, കാരണം ഒരു ചെളി പെട്ടുപോയ ടോയിങ് ഹുക്സ് വേണം, മസ്റ്റായിട്ട് വേണം. ലൈറ്റ്സ്, ഇറ്റ്സ് എ ഡബിൾ എഡ്ജ്ഡ് വെപ്പൺ. കാരണം ഇതിൻ്റെ എക്സിസ്റ്റിംഗ് ഫോഗ് ലാംപ്സ് ഇസ് ഓക്കെ. ഫോഗ് ലാംപ്സ് വെക്കുന്നത് it is not to hit somebody's eye. Fog lamp should be in such a way that it clears 60 feet ahead of your thing. ആ ഏരിയ ക്ലിയർ ചെയ്യണം. കാരണം ആ സ്പീഡിൽ അത്രയും സ്പീഡിലേ ഉള്ളൂ ഫോഗ് ലാമ്പ്. ഡ്യൂറിങ് ഫോഗ് യു ക്യാൻ ട്രാവൽ. ഇഫ് യു ട്രാവൽ ഹയർ ദാൻ ദാറ്റ് യുവർ ഇറ്റ്സ് എ cause for concern for you as well as others. I am totally against LED lights. Okay, you are having fog lamps. Fog lamps should be fitted in such a way that is below the headlights, covering only 30 to 40 feet ahead of your thing. അതിന് മേളിൽ ഫേസ് ലോട്ട് ആണെങ്കിൽ please find that person, remove it and go. That's what I am saying. LED lights again personal choice. എനിക്ക് എൻ്റെ I would prefer halogen, yellow halogens, slightly high powered halogens. ഇപ്പോൾ തൽക്കാലം ഇതാണ് 65 വാട്ട്സിൻ്റെ ആണ്. If they can allow 90 watts halogen, 90-95 watts halogen ആണെങ്കിൽ പിന്നെ LED യുടെ ആവശ്യമില്ല. Or if at all they are having, they should have projector headlamps. Projector headlamps ആകുമ്പോൾ കണ്ണി അടിക്കില്ല. It's just a wall of light in front of you, focused light അല്ല. That is what നമ്മുടെ മെയിൻ പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ സാർ കുറച്ച് കാര്യങ്ങൾ സാർ പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ വണ്ടിയുടെ സർവീസിൽ നമുക്ക് എത്ര മെയിൻ്റെനൻസ് വരും. അപ്പോൾ സാർ ഒരുപാട് പോയിന്റ്സ് പറഞ്ഞായിരുന്നു. നമ്മളിങ്ങനത്തെ ഇവരുടെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ കറക്റ്റ് ചെയ്താൽ അത് ഇത്ര രൂപ വരുമെന്ന്. എങ്കിലും സാർ കുറച്ച് ആൾക്കാരുണ്ട് സാർ അങ്ങനെ എനിക്ക് പറഞ്ഞാൽ പോരാ. ഇപ്പം ചോദിക്കുകയാണ് സാർ 35,000 കിലോമീറ്റർ ഓടിയല്ലോ. ഈ 35,000 കിലോമീറ്റർ ഓടിയിട്ട് സാറിന് ഇതിൻ്റെ സർവീസ് മെയിൻ്റെനൻസ് കൂടെ ഇപ്പോൾ എത്ര രൂപ സാറിന് ചിലവായി കാണുന്നു, ചിലവ് അറിയണമല്ലോ. അങ്ങനെ സാറിന് എത്ര പറയും? ഇത് under 20 എന്ന് പറയാം. ഉള്ളൂ. കാരണം ഇത് പറയാം, ഇതിന് ചേഞ്ച് ആകുന്ന എന്തോ ഓയിൽ എസ് ബേസിക് ചേഞ്ച്, പിന്നെ അതിൻ്റെ ഡീസൽ ഫ്ലൂയിഡ് അഡിറ്റീവ്, ആഡ് ബ്ലൂ. ദീസ് ആർ ദ ടു മേജർ തിങ്സ്. പ്ലസ് ഫിൽട്ടേഴ്സ് ചേഞ്ച്, അതേ ഉള്ളൂ. ഒരു റഫ്ലി 20,000-നകത്ത് 35,000-നകത്ത് ആയി. അപ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇനി അതിൽ കൺഫ്യൂഷൻ വേണ്ട. ഇപ്പോൾ ചില ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ കാറ്റഗറീസ് ആൾക്കാരുണ്ട്, ഞാനുള്ളതാണ് അതിൽ. താറ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ അതിൻ്റെ മെയിൻ്റെനൻസ് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മതി. പക്ഷേ അതിൻ്റെ നമ്മുടെ പർപ്പസ് ഒന്നാണെന്ന് വിഷയമല്ല. അപ്പോൾ സാറ് ഇപ്പോൾ 35,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ട് സാറിന് ഒരു 20,000 രൂപയാണ് ടോട്ടൽ ചെലവ് ഈ സർവീസ് പീരീഡിൽ ആയിട്ടുള്ള. ഇത് തന്നെ ഇറ്റ് ക്യാൻ ഗോ ഹയർ ബട്ട് നോട്ട് ലോവർ. ഹയർ എന്താന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ വണ്ടി വണ്ടി ഓടിക്കുന്നതിന് തേയ്മാനം കാണും. അതിനനുസരിച്ച് അത് എങ്ങനെ വണ്ടി റഫ്യൂസ് ചെയ്യുന്നു അതുപോലെ എക്സ്പെൻസ് ആവും. ഇപ്പൊ എന്റെ ബ്രേക്സ് ഒറിജിനൽ ബ്രേക്സ് ആണ്, ഒന്നും ഇവർക്ക് ബ്രേക്സ് മാത്രം 18+ ആണ് നാനും ചെയ്യും. അടുത്ത വരാനുള്ള നല്ലൊരു എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ 50,000 ആകുമ്പോൾ ടയർ മാറ്റുന്ന സമയത്താണ് നല്ല എക്സ്പെൻസ് വരാൻ പോകുന്നത്. പക്ഷേ ദെൻ ടയർ മാറ്റുന്ന 50,000 എന്ന് പറയുമ്പോൾ റഫ്ലി അബൌട്ട് 5-6 ഇയേഴ്സ്. 5-6 ഇയേഴ്സിൽ ഐ തിങ്ക് ദാറ്റ് ഇസ് റീസണബിൾ എമൗണ്ട് ആണ്. അപ്പം സാറ് പറഞ്ഞത് ഓരോ പാർട്സിന്റെ വില കേട്ടല്ലോ. പക്ഷെ സാറ് പറഞ്ഞ പോലെ നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നു
അതനുസരിച്ച് ആ പാർട്സിന്റെ മാറാനുള്ള ടൈം നമുക്ക് കിട്ടും. അപ്പം അതെ, വണ്ടിയുടെ മെയിൻ്റനൻസ് ലോഞ്ചിറ്റിവിറ്റി കിട്ടുകയാണെങ്കിൽ വണ്ടി അത്ര കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യും. വണ്ടി നമ്മൾ എത്ര കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്നു അത്രയും ലെസ് മെയിൻ്റെനൻസ് ആയിരിക്കും. പിന്നെ എന്നും ഇറങ്ങിയിട്ട് ഞാൻ തന്നെ വണ്ടി കഴുകും. കഴിയുമ്പോൾ അന്നേരം അറിയും ഏതൊക്കെ ലിങ്കേജസ് ആണ് ലൂസ് ആണെങ്കിൽ അന്നേരം ടൈറ്റ് ചെയ്യും. മണ്ണ് പൊതിഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊന്ന് വാഷ് ചെയ്യുമ്പോൾ കാരണം ഇപ്പോൾ ഒരു ചെളി പോകും, അതിനടിയിൽ അണ്ടർ ബോഡിയിൽ മണ്ണ് വരും ഉറപ്പായിട്ട് കാണും. 500 to 600 rupees ഒരു കാർ വാഷിനകത്ത് അണ്ടർ ബോഡി വാഷ് ചെയ്യുക. അണ്ടർ ബോഡി വാഷ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് അങ്ങ് ക്ലിയർ ആവും. സാർ ഈ ഒരു പോയിന്റ് സാർ പറഞ്ഞിട്ടുണ്ട്, അടുത്തൊരു വലിയ ഇത് ടയറിൻ്റെ കാര്യം. അപ്പോൾ സാർ അതിലൊരു കാര്യം, നമ്മൾ സാർ ചില വണ്ടികളിൽ സാർ ചേരാത്ത രീതിയിലാണെങ്കിലും ചിലർ വലിയ ടയർ ഇടുന്നുണ്ട്. ഇതിൽ വെരി വാലിഡ് പോയിന്റ്. കാരണം അത് പറയുമ്പോൾ വണ്ടിക്ക് ഷോ വേണം, നല്ല ബലൂൺ ടയർസ് ആണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറക്കുന്നത്, ഈ വണ്ടിക്ക് ഉള്ള അതിൻ്റെ സസ്പെൻഷൻ ഒരു ജോമെട്രി ഉണ്ട്, സസ്പെൻഷൻ ജോമെട്രി. ഇതിൻ്റെ വെയിറ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്, അതാണ് അതിൻ്റെ സസ്പെൻഷൻ ജോമെട്രി. കൂടുതൽ തേയ്മാനം വരും, സസ്പെൻഷൻസ് പോകും, അതൊക്കെ. അത് മാത്രമല്ല അലൈൻമെന്റ്സ്. നമ്മൾ യു ഗോ ഫോർ എ ക്രോസ് കൺട്രി ഡ്രൈവ് ചെയ്ത് വന്നിട്ട് യു മസ്റ്റ് ചെക്ക് ദ അലൈൻമെന്റ് ഓഫ് യുവർ വീൽ, അല്ലെങ്കിൽ ടോ ഇൻ ടോ ഔട്ട് ടയറിന്റെ തേയ്മാനം അത് വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം. ടയറിനകത്ത് കറക്റ്റ് എയർ പ്രഷർ കൂടുതലാണെങ്കിൽ നല്ല മൈലേജ് കിട്ടും, പക്ഷെ അതുപോലെ ജമ്പ് ചെയ്യും. ടയർ പ്രഷർ കുറവാണെങ്കിൽ ടയർ തേയും, കംഫർട്ടബിൾ ആണ്, യുവർ മൈലേജ് ഓൾസോ വിൽ ഗോ ഡൗൺ. ഓക്കെ സാർ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും സാർ കവർ ചെയ്യും, നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം പറയും. പക്ഷേ സാറ് വിട്ടുപോയതാണോന്ന് എനിക്കറിയില്ല, കാറിൽ മിക്ക എല്ലാവർക്കും നെഗറ്റീവ് വരുന്നൊരു സാധനമുണ്ട്, നമ്മുടെ ഫ്യൂവൽ ടാങ്കിന്റെ ഓപ്പണിങ്. കാരണം വണ്ടിയിൽ ഇരിക്കുന്ന ആള് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് അത് തുറക്കണം, പക്ഷെ സാറ് മറന്നതല്ല. അത് എനിക്കൊരു നെഗറ്റീവ് പോയിന്റ് അല്ല. എനിക്ക് അകത്തുനിന്നിരുന്ന് എനിക്ക് റിമോട്ട്ലി ഫ്യൂവൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഞാൻ കാണിക്കാം. അത് എന്താ സാർ ചെയ്തിട്ടുള്ളത്? ഇതാണ് റിമോട്ട് ഫ്യൂവൽ ഓപ്പൺ കിറ്റ്. ഇവനെ പൊക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പൊക്കാം, യു ജസ്റ്റ് സീ. ഓപ്പൺ ആവുന്നു നോക്കാം സാർ, നോക്കട്ടെ. സോ ദിസ് ഈസ് വെരി ചീപ്പ്. ഗോട്ട് നമ്മുടെ ഏജൻസി തന്നെ അവർ ചെയ്തു, അവർ ചെയ്തു തന്നെ. ഓക്കെ സാർ, എനിക്കൊരു ഡൗട്ടുണ്ട്, ഇങ്ങനൊരു ഫെസിലിറ്റി ഇതിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഇപ്പോഴും അറിഞ്ഞുകൂടാത്തവരുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് മിസ്ഇൻഫർമേഷൻ ആണ്. ഉണ്ട്, ഫെസിലിറ്റി ഉണ്ട്, ചെയ്യാം. സാർ, ഇത് കമ്പനിക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന നല്ലതായിരുന്നല്ലേ? കമ്പനി തന്നെ കൊണ്ടുവന്നായിരുന്നു, ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. ഇതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ഡോർ ലോക്കിന്റെ ഒരു ലോക്ക് ബാരൽ ഇവിടെ ഇരിക്കുന്ന പോലെ മറ്റേ സൈഡിലും ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ ഒരു ചെറിയ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു വന്ന വിശ്വാസം. കാരണം എനിക്ക് ഒരുപാട് നാളെ എൻ്റെ ആഗ്രഹമായിരുന്നു താറ് എടുക്കണം എന്നുള്ളവർക്ക്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, സാറിൻ്റെ മുമ്പ് പറഞ്ഞ പോലെ താർ ഇത്തരം കാറ്റഗറി ആൾക്കാരെ എടുക്കാവും. സാറിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സൂപ്പർ മെറ്റീരിയൽ വീഡിയോ ചെയ്ത സമയത്ത്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ് താറിൻ്റെ ഒരു വീഡിയോ എടുക്കണം. കാരണം അങ്ങനെയൊക്കെ ഒരു കാറ്റഗറി സെഗ്മെൻ്റ് ആൾക്കാർ എടുക്കണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുണ്ട്, അതൊന്നും വിഷയമല്ല, പക്ഷേ താർ എടുത്തേ പറ്റൂ എന്നുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവർ മെയിനായിട്ട് ഒരു കാര്യം മാത്രം നോക്കും, ഇതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ്, താങ്ങുമെങ്കിൽ അവർക്ക് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ആ പോയിൻ്റാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് നോക്കി. അപ്പോൾ സാറും ആ ഡീറ്റെയിലും മറ്റു എല്ലാ കാര്യങ്ങളും ടോട്ടൽ ആൻഡ് ഫുൾ ഈ വണ്ടിയെ പറ്റിയിട്ട് സാർ റൗണ്ട് അപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു താറിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ, നോർമലിൻ്റെ ഒരു ഓണർഷിപ്പ് എന്നതിലുപരി താർ പ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അല്ലേ സാറേ? യെസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും, നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സാർ, എഗെയിൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് കൂടെ ഞങ്ങൾക്ക് പറയാം. ഓക്കെ, നിങ്ങൾ വണ്ടി വാങ്ങിക്കുന്നു, യു ആർ സെലക്ടിങ് ദ വെഹിക്കിൾ ജസ്റ്റ് ബൈ ദ ലുക്സ്. റോഡ് പ്രസൻസ് എല്ലാം ജനറലി അതാണ്. പക്ഷെ ഐ വിൽ ആസ്ക് യു വൺ തിങ്, എന്ത് ചെന്ന് വാങ്ങിച്ചാലും ഫസ്റ്റ് യു മസ്റ്റ് ടേക്ക് എ ടെസ്റ്റ് ഡ്രൈവ്. ടെസ്റ്റ് ഡ്രൈവ് എടുത്തു കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് വണ്ടി എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാഴ്ച കാണുന്നതല്ല, നമ്മുടെ എ പില്ലേഴ്സ് ബ്ലോക്ക് ചെയ്യുന്നോ, റോഡ് ശരിയായിട്ട് കാണാൻ പറ്റുന്നോ, റിവേഴ്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ നമുക്ക് കാണാൻ. Those are the things that you must know. Basic വണ്ടിയുടെ കൺട്രോൾസ് എത്ര ഈസിയാണ്.
സെക്കൻഡ് തിങ് ഇസ് ഇതിന് അക്സസറീസിലൊക്കെ എങ്ങനെയാണ് എവിടെയാണ് പെട്ടെന്ന് ചെന്ന് സർവീസ് ചെയ്യാൻ പറ്റുന്നോ ഇല്ലയോ. ഓക്കെ ഓക്കെ ഇതെല്ലാം നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു വിൽ കം ടു നോ വിച്ച് ഇസ് ദ വെഹിക്കിൾ ടു ഗോ. ഗോർഖ ഓക്കെ ഓക്കെ വെരി ഗുഡ് വെഹിക്കിൾ. പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഐ ഡിഡ് നോട്ട് ഹാവ് ഓട്ടോമാറ്റിക്. എനിക്ക് ഓട്ടോമാറ്റിക് വണ്ടി വേണമെന്നുള്ളായിരുന്നു. അങ്ങനെയാണ് ഇതൊക്കെ വേണ്ട. സോ ഇറ്റ് മെറ്റ് മൈ എഞ്ചിൻ. അതിന്റെ എഞ്ചിൻ ഇതിനേക്കാൾ ഹയർ സി സി ആണ്. പക്ഷെ പെർഫോമൻസ് ഇത് ചെയ്യുമ്പോൾ ദിസ് ഇസ് ബെറ്റർ ദാൻ ദാറ്റ്. അപ്പോൾ അങ്ങനെയാണ് യു ഹാവ് ടു മേക്ക് സം ചോയ്സസ്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഏത് വണ്ടിയാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാതെ വണ്ടി എടുക്കരുത്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. നമ്മൾ കാണുന്ന സാർ സാറിന്റെ 5 ഡോർ എടുക്കുമ്പോഴായിരിക്കും 5 ഡോർ ബുക്ക് ചെയ്യാൻ പോവുകയാണ്. നോക്കട്ടെ. എന്തായാലും അന്നത്തെ ദിവസം ഐ വിൽ ആസ്ക് യു ടു കം അലോങ് ഫോർ ദ ടെസ്റ്റ് ഡ്രൈവ്. ഓക്കെ സർ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾ കമന്റിൽ അറിയിക്കാം. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ. സീ യു. ഓക്കെ.